ബജറ്റിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചേക്കുമെന്ന സൂചനകൾ. ഇറക്കുമതിയിലെ മുന്നേറ്റമാണ് നിയന്ത്രണങ്ങൾക്ക് കാരണമാവുകയെന്നും റിപ്പോർട്ട്. ഫെബ്രുവരിയിലെ ബജറ്റ് സ്വർണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്ന സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നികുതി കൂടിയാൽ സ്വർണ്ണവില ഇനിയും പുതിയ റെക്കോർഡുകൾ ഭേദിക്കും. നികുതി കൂട്ടിയാൽ സ്വർണ്ണക്കടത്ത് കൂടുമെന്ന ആശങ്ക ജ്വല്ലറി വ്യാപാരികൾക്കുണ്ട്. മുൻപ് നികുതി 10% ഇന്ത്യയിലെ സ്വർണ്ണമോഹം കുറഞ്ഞിരുന്നില്ല. അതിനാൽ നികുതി കൂട്ടുന്നത് വില വീണ്ടും വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പുറത്തുവരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാണുന്നതും. ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി $58.9 ബില്യൺ വെള്ളി ഇറക്കുമതിയാകട്ടെ 44% വർദ്ധിച്ച് $9.2 ബില്യൺ എത്തി. അതായത് ഇന്ത്യയുടെ മൊത്തം വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ 10% ചെലവാക്കുന്നത് ഈ രണ്ട് ലോഹങ്ങൾക്കും വേണ്ടിയാണ്. ഇത് രാജ്യത്തിന്റെ വ്യാപാര കമ്മിയെ സാരമായി ബാധിക്കുകയും രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിക്കുന്നതിനും കാരണമായി. 2024 ജൂലൈയിൽ സ്വർണത്തിന്റെ നികുതി 15% നിന്ന് 6% സർക്കാർ കുറച്ചിരുന്നു. കള്ളക്കടത്ത് തടയുകയായിരുന്നു അന്ന് ലക്ഷ്യം. എന്നാൽ രാജ്യാന്തര വിപണിയിൽ വില കുതിച്ചുയർന്നതോടെ ഇറക്കുമതി ബില്ലും കുതിച്ചുയർന്നു. രൂപയെ സംരക്ഷിക്കാനും വിദേശ നാണ്യം പുറത്തേക്കൊഴുകുന്നത് തടയാനും പഴയതുപോലെ നികുതി 10 മുതൽ 15% വരെയാക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്നാണ് വിപണിയിലെ സംസാരം. ഇതിനകം തന്നെ വിപണിയിൽ സ്വർണത്തിന് വൻ പ്രീമിയം ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്.